നമസ്കാരം, എല്ലാവർക്കും അറ്റ്ലിയർ കൺസെപ്റ്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അജ്മൽ ഖാൻ. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് റീബാറിംഗ് എന്ന സാങ്കേതിക വിദ്യയെപ്പറ്റിയും നമ്മുടെ വീടുകളിലും ഫ്ലാറ്റുകളിലുമൊക്കെ റീബാറിങ്ങിൻ്റെ സാധ്യതകളെക്കുറിച്ചുമാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് റീബാറിംഗ് എന്ന ടെക്നോളജി തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയതിൻ്റെ കാരണം നിങ്ങളിലേക്ക് ഞാൻ പങ്കുവയ്ക്കാം. എൻ്റെ സുഹൃത്തിൻ്റെ വീട് റിനോവേഷൻ നടക്കുമ്പോൾ വീടിൻ്റെ ഒരു സൈഡിൽ ഒരു സൺഷെയ്ഡും പിന്നെ 2 ബീമുകളും എക്സ്ട്രാ കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായി. അതിനായി വലിയൊരു പൊളിച്ചുപണി ഒഴിവാക്കിക്കൊണ്ട് റീബാറിംഗ് ടെക്നോളജിയാണ് ഞങ്ങൾ ഉപയോഗിച്ചത്. ഇതിലൂടെ വലിയൊരു ലേബർ കോസ്റ്റ് ഒഴിവാക്കിക്കൊണ്ട് കുറഞ്ഞ സമയത്തിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എന്താണ് റീബാറിംഗ് എന്ന്. നിങ്ങളിൽ ഓരോരുത്തരിലുമുള്ള ഇത്തരം സംശയങ്ങൾക്കുള്ള പ്രതിവിധി എന്ന നിലയിലും അതോടൊപ്പം ഇതുവരെ റീബാറിങ്ങിനെ പറ്റി അറിയാത്തവർക്ക് വേണ്ടിയിട്ടുമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന റീബാർ ചെയ്യാനുണ്ടായ സാഹചര്യം, ഒരു സ്ലാബ് 20 സെൻറ്റിമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വന്നു. അവിടെയാണ് റീബാറിങ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓൾറെഡി പ്ലാസ്റ്ററിംഗ് ഒക്കെ ഫിനിഷ് ചെയ്ത ഒരു സർഫസ് ആയിരുന്നു. അപ്പോൾ അതിലാണ് നമ്മളൊരു 20 സെൻറ്റിമീറ്റർ സ്ലാബ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് ഈ റീബാറിങ് ചെയ്യുന്നതെന്നാണ് ആദ്യമായിട്ട് കാണിക്കുന്നത്. സ്റ്റീലിൻ്റെ ഡീറ്റെയിൽസ് ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുക. ആദ്യമായിട്ട് സ്റ്റീൽ ബാസ് വരേണ്ട ഭാഗങ്ങളിൽ മാർക്ക് ചെയ്തതിന് ശേഷം ഹോൾ ചെയ്യുകയാണ് വേണ്ടത്. സൈറ്റ് കണ്ടീഷൻ അനുസരിച്ചിട്ട് 10 mm ഡയറുള്ള ബാർ 10 സെൻറ്റിമീറ്റർ ഹോൾ ചെയ്തിട്ടാണ് റീബാർ ചെയ്തിരിക്കുന്നത്. ബാറിൻ്റെ ഡയക്കനുസരിച്ച് ഹോളിൻ്റെ ഡെപ്തിനും വ്യത്യാസം വരും. ഓരോ ഹോളും ബ്ലോവർ ഉപയോഗിച്ച് നന്നായി ഡസ്റ്റ് ക്ലീൻ ചെയ്യുകയാണ് രണ്ടാമതായിട്ട് ചെയ്യേണ്ടത്. അതിനുശേഷം ഹോൾ റഫാക്കാനും അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പൊടികൾ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തു. ഹോൾ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുക. ഹോളിനുള്ളിലെ ഡസ്റ്റ് മുഴുവനായും ക്ലീൻ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ട്രെങ്ത്തിനെ അത് ബാധിക്കും. അതിനുശേഷം ബ്ലോവർ ഉപയോഗിച്ചിട്ട് വീണ്ടും നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുക. റീബാറിങ്ങിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഹെവി ആങ്കറിങ്ങിന് ഉപയോഗിക്കുന്ന ഹിൽറ്റിയുടെ HIT RE 500 V3 എന്ന എപ്പോക്സി മോട്ടാറാണ്. മോട്ടാർ ഗണ്ണുപയോഗിച്ച് ഹോളുകളിലേക്ക് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം സ്റ്റീൽ റോഡ് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റീബാറിങ് കംപ്ലീറ്റഡ് ആയി. റീബാറിങ്ങിനായിട്ട് ഇപ്പോൾ പല കെമിക്കലുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന കെമിക്കൽ അണ്ടർ വാട്ടർ കൺസ്ട്രക്ഷനും ഉപയോഗിക്കുന്ന കെമിക്കലാണ്. ഇതിൻ്റെ മാക്സിമം ക്യൂറിങ് ടൈം 72 hours ആണ്. കേരളത്തിലെ കാലാവസ്ഥ വെച്ചിട്ട് ഇതൊരു 12 to 24 hours കൊണ്ടിട്ട് ക്യൂറിങ് കംപ്ലീറ്റഡ് ആകും. നമ്മുടെ വീടുകളൊക്കെ റിനോവേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ എക്സ്ട്രാ ലിൻഡൽ കൊടുക്കേണ്ടി വരും. പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ സൺഷെയ്ഡ് കൊടുക്കേണ്ടി വരും. അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ഈ റീബാറിങ് നമുക്ക് ശരിക്കും ഒരു യൂസ്ഫുള്ളാണ്. പ്ലിന്ത് ബീമൊക്കെ കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം ചിലർ നമ്മളോട് വിളിച്ച് പറയാറുണ്ട് കോളത്തിൻ്റെ പൊസിഷൻ ചേഞ്ച് ആയിട്ട് നിൽക്കുകയാണ് എന്നുള്ളതൊക്കെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ ശരിക്കും ഈ ഒരു റീബാറിങ് യൂസ്ഫുള്ളാണ്. ഓരോ യൂസിനനുസരിച്ചിട്ട് ഓരോരോ മെറ്റീരിയലാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കാറ്. അതുകൊണ്ട് തന്നെ എക്സ്പെർട്സിനോട് അതിൻ്റെ ഒപ്പീനിയൻ ചോദിച്ചതിന് ശേഷം എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാരെ കൊണ്ട് തന്നെ ഇത് ചെയ്യിക്കുക. ഇതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയേണ്ടവർ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ മൊബൈൽ നമ്പർ ചേർക്കുന്നുണ്ട്, അതിൽ കോൺടാക്റ്റ് ചെയ്യുക. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.